സുവിശേഷത്തിനായി കഷ്ടം സഹിക്കാം, ദൈവശക്തിയാൽ മുന്നോട്ട് പോകാം. ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം സുവിശേഷത്തിനായി, കഷ്ടം സഹിക്കാം സുവിശേഷത്തിനായി. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറായ പൗലോസ് കഷ്ടതയുടെ മധ്യത്തിൽ ശക്തീകരിക്കുന്ന ദൈവിക നടത്തിപ്പിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് 2 തിമോഥെയോസ് 1:7-14 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ മുൻകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തനിക്ക് ബോധ്യമായ ചില വസ്തുതകൾ ഈ വചനഭാഗത്ത് നൽകിയിരിക്കുന്നു. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ തനിക്കുണ്ടായ കഷ്ടതകൾ ലജ്ജിപ്പിക്കുന്നതാണ്. കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും തനിക്ക് ലഭിച്ച ദൈവിക വിളിയെക്കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ല. അതാണ് പൗലോസിൻ്റെ സാക്ഷ്യം. വാക്യം 12 പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. ദൈവത്തെയും അവൻ്റെ ശക്തിയെയും കുറിച്ചുള്ള ഉത്തമ ബോധ്യമാണ് കഷ്ടത സഹിക്കുന്നതിന് പൗലോസിനെ ഒരുക്കിയത്. സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നവർക്ക് കഷ്ടതകൾ ഉണ്ടാവും. എങ്കിലും കഷ്ടതയുടെ മധ്യത്തിൽ നമ്മെ താങ്ങുന്ന ഒരു കർത്താവ് ഉണ്ട്. 2 തിമോഥെയോസ് 1:8-9 വാക്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ പൗലോസ് ഓർപ്പിക്കുന്നു. 1. സുവിശേഷം ശക്തിയുടെ സുവിശേഷമാണ്. 8-ാം വാക്യത്തിൽ പറയുന്നത്, സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം സഹിക്കുക. ആദിമവിശ്വാസികൾ വളരെയധികം കഷ്ടതകളിൽ കൂടി കടന്നുപോയവരായിരുന്നു. എങ്കിലും കഷ്ടതയുടെ മധ്യത്തിൽ അവർ ദൈവശക്തിയിൽ വിശ്വസിച്ച് കഷ്ടതയെ സധൈര്യം നേരിട്ടിരുന്നു. പൗലോസിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ആത്മഹത്യയുടെ കാലം എന്ന്. ആ കാലത്ത് തത്വചിന്തകന്മാരിൽ അഗ്രഗണ്യരായിരുന്ന സ്റ്റോയിക് തത്വജ്ഞാനികൾ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ടത് ആത്മഹത്യയാണ്. എന്നാൽ ഈ പരിതസ്ഥിതിയിൽ ആത്മഹത്യ അല്ല പരിഹാരം, പിന്നെയോ ദൈവശക്തിയിൽ ആശ്രയിക്കുക എന്ന പൗലോസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മെ നിലനിർത്തുന്ന ശക്തിയാണ് സുവിശേഷം. ജീവിത പ്രശ്നങ്ങളിൽ നിരാശയിൽ കഴിയുന്നവരെ ശക്തീകരിക്കുന്ന ദൈവശക്തി സുവിശേഷമാണ്. സുവിശേഷത്തിൽ കൂടി ലഭിക്കുന്ന ദൈവശക്തി നിരാശയുടെ അനുഭവത്തിൽ നമ്മെ വിടുവിക്കുന്നതാകിയാൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് നമുക്ക് ബലപ്പെടാം. 2. സുവിശേഷം രക്ഷയുടെ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് 8-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം 9-ാം വാക്യത്തിൽ സുവിശേഷം രക്ഷിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. മനുഷ്യാത്മാവിനെ വഴിതെറ്റിക്കുന്ന സകല ദുഷ്ടപരിചയത്തിൽ നിന്നും പാപപ്രവൃത്തിയിൽ നമ്മെ വിടുവിച്ച് രക്ഷിക്കുന്നത് സുവിശേഷമാണ്. ഒരു സംഭവകഥ ഇപ്രകാരമാണ്. ആലപ്പോ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു അറബി തൻ്റെ ശത്രുവിനെ കൊല്ലുവാൻ തീരുമാനമെടുത്തു. ഈ സമയം തനിക്കൊരു സുവിശേഷപ്രതി ലഭിച്ചു. മത്തായിയുടെ സുവിശേഷം അതിൽ 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ തൻ്റെ ശ്രദ്ധയിൽ പെട്ടു. കൊല ചെയ്യരുത്, സഹോദരനോട് കോപിക്കുന്നവന് ന്യായവിധി ഉണ്ടാകും. തുടർന്നും താൻ സുവിശേഷം വായിച്ചപ്പോൾ 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ ശ്രദ്ധേയമായി. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ അടുക്കൽ വരിക എന്ന വിളി തന്നോടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് താൻ യേശുക്രിസ്തുവിൽ കൂടി രക്ഷ അവകാശമാക്കി. തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം ശത്രുവിനോടുള്ള പകയില്ലാതാക്കി. സുവിശേഷം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്നു. സുവിശേഷം പാപത്തെ മോചിക്കുന്നു, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. സുവിശേഷത്തിൽ കൂടി നമുക്കും രക്ഷ അനുഭവമാക്കാം. 3. സുവിശേഷം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. 9-ാം വാക്യം, സുവിശേഷം നമ്മെ പാപത്തിൽ വിടുവിക്കുകയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിലെ യാതൊന്നിനാലും നിങ്ങൾ അശുദ്ധരാകരുത് എന്നത് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ലിബിയ പുസ്തകം 11:44. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ചത്,
സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17:17. അതായത് സത്യമായ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. പൗലോസ് പറയുന്നത് സുവിശേഷം, അതായത് വചനം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്നാണ്. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പുറമെ വിശുദ്ധി പാലിക്കുന്ന അനേകർ ഇന്ന് അകമേ അശുദ്ധരാണ്. കർത്താവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും വിളിച്ച് പറഞ്ഞത്, പുറമെ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, നിങ്ങൾ വെള്ള തേച്ച് ശവക്കല്ലറയോട് ഒത്തിരിക്കുന്നു, അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. മത്തായി 23:27-28 വാക്യങ്ങൾ. ഉള്ളം നന്നാവാതെ വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധന്മാർ എന്ന നാട്യത്തിൽ നടക്കുന്നവരല്ലേ നാം. നമ്മുടെ ഉള്ളം നന്നാകണം, നാം വിശുദ്ധരാകണം. വചനം കാണിച്ചു തരുന്ന നമ്മിലുള്ള ഓരോ അശുദ്ധ പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് വിശുദ്ധരാകണം. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. സുവിശേഷം നിരാശയുടെ മത്ത് നമ്മെ ശക്തീകരിക്കുകയും പാപത്തിൽ രക്ഷിച്ച് രൂപാന്തരപ്പെടുത്തുകയും സുവിശേഷത്താൽ നാം വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, സുവിശേഷത്താൽ എന്നെയും ശക്തിപ്പെടുത്തണമേ, എന്നെയും വീണ്ടെടുക്കണമേ, വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ആമേൻ. സുവിശേഷത്തിനായി ഞാൻ നിൽക്കും ധൈര്യത്തോടെ, ദൈവശക്തിയിൽ ഞാൻ ജയിക്കും വിശ്വാസത്തോടെ. കഷ്ടം വന്നാലും പിന്മാറില്ല ഞാൻ ഒരിക്കലും, ക്രൂശിൻ വഴിയിൽ കൂടെ നടക്കും സന്തോഷത്തോടെ.